ഒരിക്കലൊരു വിദ്യാർത്ഥിയെ ഉമ്മയാണ് കൊണ്ടുവന്നത്. കുട്ടി അന്നേ ദിവസം ഉമ്മാനെ അടിക്കാൻ ഓങ്ങി. അതുവരെ വളരെ ശാന്തനായ, എന്തു പറഞ്ഞാലും ഒരു പ്രതികരണമില്ലാത്ത കുട്ടി പെട്ടെന്നൊരു ദിവസം ഉമ്മാനോട് കയർക്കുകയും അടിക്കാൻ ഓങ്ങുകയും ചെയ്യുകയാണ്. ഇതിനെക്കുറിച്ച് നമ്മൾ പഠനം നടത്തുമ്പോൾ മനസ്സിലാകുന്നത്, ഉമ്മ എപ്പോഴും കുഞ്ഞിനെ കുറ്റപ്പെടുത്തുകയും കയർക്കുകയും ചെയ്യും. അതങ്ങ് രക്ഷപ്പെടുത്താൻ, അതിൽ നിന്നങ്ങ് രക്ഷപ്പെടാൻ വേണ്ടിയാണ് കുട്ടി ഒരു ദിവസം ഈ രൂപത്തിലേക്ക് അറിയാതെ മാറുകയാണ്. കൗൺസിലിങ്ങിൽ അവന് വലിയ വേദന വരികയും ഖേദം വരികയും എല്ലാം ചെയ്തു. എന്നാൽ ഉമ്മ എപ്പോഴും കുട്ടിയെ ഇങ്ങനെ ശാസിക്കാൻ കാരണം എന്താണ്? ഭർത്താവ് ഗൾഫിലാണ്, എന്നും ഫോൺ വിളിച്ച് ആക്ഷേപങ്ങളാണ്. അത് മടുത്ത് അവളുടെ മനസ്സിൽ വളരെയധികം സ്ട്രെസ് അനുഭവപ്പെടുകയാണ്. ആ സ്ട്രെസ് എവിടെയെങ്കിലും ഒതുക്കുന്നതാണ് കുഞ്ഞിലേക്കുള്ള ഈ കയർക്കൽ. ഇത് വാപ്പമാർ അഥവാ ഗൾഫിലുള്ളവരാവട്ടെ നാട്ടിലുള്ളവരാവട്ടെ ഭാര്യമാരുടെ സ്വഭാവത്തിൽ ഈ രൂപത്തിലായാൽ കുഞ്ഞുങ്ങൾ ഈ രൂപത്തിലായി മാറും എന്ന് മാത്രമല്ല, പഠനത്തെ നന്നായി ബാധിക്കുകയും കുടുംബത്തിന് ഉപകാരമില്ലാത്ത കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറുകയും ചെയ്യും. അതിനാൽ പിതാക്കൾ, മാതാക്കൾ, മറ്റുള്ളവർ എല്ലാം തന്നെ ഈ തരത്തിലുള്ള വിഷയങ്ങളിൽ ഉത്തരവാദിത്തമുള്ളവരാണ്, ബാധ്യതയുള്ളവരാണ്.